പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അബ്ദുർ റഹീം നാട്ടിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിൽ ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോയിലേക്ക് വന്നിട്ട് നമ്മുടെ സൗദി ജയിലിൽ കഴിയുന്ന ആ ഒരു റഹീമാണെന്ന് കരുതി ഒരുപാട് പേര് ഓടി വന്നതായിരിക്കും. ഞാൻ ഒരാളെയും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതുപോലെ ഒരു റഹീം തന്നെയാണ് ഈ ഒരു റഹീം. പക്ഷേ ഈ ഒരു റഹീം ഇന്ന് നാട്ടിലെത്തിയിരിക്കുന്നത് ജീവശവമായിട്ടാണ്. ശബ്ദിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ, സ്വയബോധമില്ലാത്തൊരവസ്ഥ. യാ അല്ലാഹ്, അങ്ങനെ ഒരു വിധി ആർക്കും വരുത്തല്ലേ. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രവാസ ലോകത്ത് പോകുന്നതാണ്. തിരിച്ചു വരുന്നതോ സുബ്ഹാനല്ലാഹ് ഇതുപോലുള്ളൊരവസ്ഥയിൽ ശബ്ദിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ആ ഒരു യുവാവിന് പൂർണ്ണ ശിഫ നൽകട്ടെ അല്ലാഹു തആല. ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ റബ്ബ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മുടെ അബ്ദുർ റഹീമിൻ്റെ കാര്യം പറയാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ് അബ്ദുർ റഹീമിൻ്റെ ആ ഒരു മോചനത്തിന് വേണ്ടി. എന്നും ഇത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അബ്ദുർ റഹീമിന് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും ബാഗും തൂക്കി ഇറങ്ങിയതാണ്, പൈസ പിരിക്കാൻ വേണ്ടി. ഞാനും എൻ്റെ മകനും ചെറിയ പെരുന്നാളിന് ഇതിന് വേണ്ടിയായിട്ട് മെനക്കെട്ടിട്ടുണ്ടായിരുന്നു, അബ്ദുർ റഹീമിൻ്റെ പൈസ പിരിക്കാനായിട്ട്. അൽഹംദുലില്ലാ, ആ ഒരു ചെറിയ പെരുന്നാളിൻ്റെ സമയം തന്നെ മുഴുവൻ തുകയുമായി എന്നറിഞ്ഞപ്പോൾ ഒരുപാട് നമ്മളൊക്കെ സന്തോഷിച്ചതാണ് അല്ലേ. എങ്ങനെയെങ്കിലും ആ അബ്ദുർ റഹീമിനെ ആ ഉമ്മയുടെ അരികിലേക്ക് എത്തിക്കാൻ ഒരുപാട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ആ ഒരു സ്നേഹപ്രതീകം തന്നെയാണ് എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റിലുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ് തോന്നിയത്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുർ റഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കി. അൽഹംദുലില്ലാ, ക്രിമിനൽ കോടതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത്. അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് കോടതി വധശിക്ഷ റദ്ദാക്കിയത്. 1.5 കോടി റിയാലിൻ്റെ ചെക്ക് കോടതി കൊല്ലപ്പെട്ട സൗദി ബാലൻ്റെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണിക്ക് കൈമാറി. എംബസി ഉദ്യോഗസ്ഥർ റഹീമിൻ്റെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തൂബരും റഹീമിനൊപ്പം ഇന്ന് കോടതിയിൽ ഹാജരായി. വിർച്വൽ സംവിധാനത്തിലൂടെ കോടതി റഹീമിനെ കണ്ടത്. വിർച്വൽ സംവിധാനത്തിലൂടെയാണ് കോടതി റഹീമിനെ കണ്ടത്. സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകനെ കൊലപ്പെടുത്തിയ കേസിൽ 18 വർഷമായി അബ്ദുൽ റഹീം ജയിലിൽ കഴിയുന്നത്. റഹീമിൻ്റെ മോചനത്തിനായി 47 കോടിയിലേറെ ഇന്ത്യൻ രൂപ സമാഹരിച്ചു. ഇന്ത്യയിൽ നിന്നാണ് ദയാധനമായ 1.5 കോടി സൗദി റിയാൽ നാട്ടിലെ ട്രസ്റ്റ് വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ. കേസ് അങ്ങനെ റദ്ദാക്കി. ഇനി നമുക്ക് റഹീം വരാനുള്ള ആ ഡേറ്റിന് വേണ്ടിയാണ് നമ്മളിനി കാത്തു നിൽക്കേണ്ടത്. അപ്പോൾ എന്തെന്നായാലും മാഷാ അല്ലാഹ്, ആരോഗ്യത്തോടെ ആഫിയത്തോടെ നാട്ടിലെത്തട്ടെ. ആ ഉമ്മക്ക് കണ്ണ് നിറയെ കാണാൻ പറ്റട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ഇതുപോലുള്ള പ്രവാസികൾ ബുദ്ധിമുട്ടിലായിട്ടുണ്ടാകും റബ്ബേ. അവരെയൊക്കെ നീ കാക്കണേ റബ്ബേ, കാക്കണേ റബ്ബേ. റഹീമായ റബ്ബേ, നീയാണ് അവർക്ക് തുണ റബ്ബേ. ആ കുടുംബത്തിന് നീ വയ്യാതാരാക്കരുതേ റബ്ബേ. ഒരുപാട് അപകടങ്ങളിൽപ്പെട്ടവരുണ്ടാകും റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ, പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ജീവിതവും മരണവും സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. മതിലിടിഞ്ഞ് വീണും വെള്ളം കയറിയും ഒരുപാട് മക്കൾ മരിച്ചിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ, സ്വർഗം കൊടുക്കണേ റബ്ബേ. മാഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ നാഥ. മാഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ നാഥ. മാഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. നമ്മളൊക്കെ മരണപ്പെട്ടു പോകേണ്ട ദുനിയാവാണ്. ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ ഇല്ലാതായി തീരും. നമ്മുടെ ജീവൻ എടുക്കുന്ന സമയത്ത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടും. അതിനൊന്നും വഴിയൊരുക്കാതിരിക്കട്ടെ പടച്ച റബ്ബ്. നല്ല സന്തോഷത്തിലുള്ള മരണവും ജീവിതവും നമുക്ക് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.